ശബരിമല കാര്യത്തിൽ ഒന്നും മിണ്ടണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. കാരണം ദിവസം കുറേ ആയി ബഹളം തുടങ്ങിയിട്ട്. ഞാനതിൻ്റെ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ്സും വായിച്ചു. എനിക്ക് ഈ പറഞ്ഞ വലിയ ആവേശമോ പ്രശ്നമോ ഒന്നും തോന്നിയില്ല. ചാനലുകാർക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയാമല്ല. അവരെല്ലാം കൂടെ ഭ്രാന്തെടുത്ത പോലെ ബഹളം തുടങ്ങി. അവർ ബഹളം തുടങ്ങിയാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയക്കാരെല്ലാം രംഗത്തിറങ്ങി. രാഷ്ട്രീയമില്ലാത്തവർ, ഹിന്ദു ഐക്യവേദി പോലെയുള്ളവർ, അവരുമൊക്കെ രംഗത്തിറങ്ങിയിട്ട് എൻ്റെ വലിയ ബഹളം. അപ്പോഴൊക്കെ ഞാൻ മിണ്ടാതിരിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും ഇന്ന് വന്ന് ആഗോള അയ്യപ്പ സംഗമത്തിന് ആരും അറിയാതെ 3 കോടി രൂപ ദിവസത്തിൽ നിന്ന് എടുത്ത് കൊടുത്തു. ഇതെടുത്ത് കൊടുത്തത് കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിന്നാണ്. അപ്പോൾ ഒരു സാധു മനുഷ്യൻ ഇന്ന് രാവിലെ എന്നെ വിളിച്ച് ചോദിച്ചു, എന്താ ഈ സർപ്ലസ് ഫണ്ട്? വാസ്തവത്തിൽ എനിക്ക് പറഞ്ഞുകൂടാ. ഞാൻ അങ്ങേരോട് പറഞ്ഞു, എനിക്കറിയില്ല. ഏതായാലും അത് സർപ്ലസ്സാണ്, ഫണ്ട് സർപ്ലസ്സാണ്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ശബരിമലയിലെ കാശ് വെച്ചിട്ടാണ് മറ്റമ്പലങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഏകദേശം 3200 കോടി രൂപ അതിൻ്റെ കണക്കാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വായിച്ചത്. 268 കോടി, 159 കോടി, 73.5 കോടി, 49 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് 10,000 കോടി രൂപയുടെ കണക്ക് പറഞ്ഞു. ശബരിമലയ്ക്ക് കൊടുത്തതാണ് കംപ്ലീറ്റ്, കൊറോണ കാലം മുതൽ ഇങ്ങോട്ട്. എൻ്റെ ദൈവമേ, അന്നേ ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഈ കൊടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു സെക്യുലർ ഭരണഘടനയുള്ള രാജ്യത്ത് ഒരമ്പലത്തിന് ഇത്രയധികം കാശ് ഒരു സർക്കാരിനെടുത്ത് കൊടുക്കാൻ പറ്റുമോ? നിയമവിരുദ്ധമല്ലേ? ഇതിനെയൊക്കെയാണ് ഭരണഘടനാ വിരുദ്ധം എന്ന് പറയുന്നത്. ഈ ഭരണഘടന എല്ലാവരും ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയും ഉയർത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും തുറന്നു വായിക്കില്ല. അങ്ങനൊരു കാര്യമുണ്ട്. ഞാനിത് തുറന്നു വായിച്ചിട്ടുണ്ട് പലവിധ കേസുകളുടെ ആവശ്യത്തിന് കേട്ടോ. അല്ലാതെ എം ടി വാസുദേവൻ നായരുടെ നോവൽ പോലെ വായിക്കാൻ പറ്റുന്നൊരു സാധനമൊന്നും അല്ല ഭരണഘടന. അപ്പോൾ അങ്ങനെ ഈ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ് ഒരു അമ്പലത്തിന് 3200 കോടി രൂപ ഒരു ദണ്ണവുമില്ലാതെ സർക്കാർ എടുത്ത് കൊടുക്കുക. ഇവിടെ മനുഷ്യൻ ജീവിക്കാനായിട്ട് നിവൃത്തിയില്ല. മനുഷ്യൻ്റെ ജീവിത സൗകര്യങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് സർക്കാരാണ്. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ പോട്ടെ, ദരിദ്രവാസികൾ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ DA കൃത്യമായിട്ട് കൊടുക്കണ്ടേ? ആ DAയുടെ കുടിശ്ശിക അത് കൊടുക്കണ്ടേ? ഇതൊന്നും കൊടുക്കാത്ത സർക്കാരാണ് 3200 രൂപ എടുത്ത് ശബരിമലയ്ക്ക് ചുമ്മാ അങ്ങ് കൊടുത്തു കളഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ശബരിമലയിൽ ഇപ്പോൾ പറയുന്നത് സർപ്ലസ് ഫണ്ടാണ്. സർപ്ലസ് ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ ഇരിക്കട്ടെ എന്ന്. കാരണം ആഗോള അയ്യപ്പ സംഗമത്തിന് സ്പോൺസർമാർ, ആ പന്തൽ ഞാൻ സ്പോൺസർ ചെയ്യാം, ടർപ്പാള ഞാൻ തരാം, കസേര ഞാൻ തരാം, ഭക്ഷണത്തിൽ ചോറ് ഞാൻ തരാം, സാമ്പാർ വേറൊരാൾ സ്പോൺസർ ചെയ്യും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്പോൺസർഷിപ്പ് വന്ന് ചാടിക്കിടക്കുകയാണ്. പക്ഷേ കാശ് അവർ തന്നിട്ടില്ല. അപ്പോൾ കാശ് എന്ത് ചെയ്തു? ദേവസ്വം ബോർഡ് തന്നെ നേരത്തെ അങ്ങ് മുടക്കി. സ്പോൺസർഷിപ്പ് വരുമ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഇയാൾക്ക് തിരിച്ചു കൊടുക്കാമല്ലോ, കമ്മീഷണർക്ക്. ഇതാണ് ഡിസൈൻ. ഇതൊക്കെ എനിക്കറിയില്ല. ഇതൊക്കെ പറയാനും ഇതൊക്കെ വിഴുങ്ങാനും ആളുണ്ടാകുക. പിന്നെ കക്ഷി, നമ്മുടെ ഇത് മേടിച്ച കക്ഷി എന്ന് പറഞ്ഞാൽ ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ഊരാളുങ്കൽ സൊസൈറ്റി കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണെന്നാണ് വെയ്പ്പ്. സംഗതി സഹകരണ സംഘമാണ്. പക്ഷേ അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. ഏത് ജോലിയിൽ നിങ്ങൾ എല്ലാ ജോലിയും ഊരാളുങ്കലിന് കൊടുക്കുന്നു എന്ന് പറയില്ലേ? അതിന് കാരണം ഈ പ്രൈസ് പ്രിഫറൻസാണ്. ബാക്കിയുള്ളവർ കോട്ട് ചെയ്തതിനേക്കാളും 10% വരെ കൂടുതലാണെങ്കിൽ ആ ജോലി ഊരാളുങ്കലിന് കൊടുക്കണം. അതായത് കൂടുതൽ വിലയ്ക്ക് കോട്ട് ചെയ്തവനാണ് കുറഞ്ഞ വിലയ്ക്ക് കോട്ട് ചെയ്തവൻ എന്ന് തീരുമാനിച്ചുകൊണ്ട് കൊടുക്കണം. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ഇത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടു. ഹൈക്കോടതിയും അത് ശരിവെച്ചു. ഊരാളുങ്കലിന് ആ ഒരു പ്രിവിലേജ് കൊടുക്കാവുന്നതാണ് എന്ന് ഹൈക്കോടതി, അതിൽ നിയമവിരുദ്ധതയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ, സംഭവം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഊരാളുങ്കൽ സൊസൈറ്റി കാശുണ്ടാക്കിയൊരു കലാപരിപാടിയാണ് ആഗോള അയ്യപ്പ സംഗമം. ഇപ്പം നടക്കുന്ന ബഹളം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ സ്വർണ്ണപ്പാളി. എന്തിൻ്റെ പാളി? സാധാരണ നമ്മൾ ജനൽപ്പാളി, വാതിൽപ്പാളി, ഈ 2 കാര്യത്തിനാണ് പാളി എന്ന് പറയാറുള്ളത്. അപ്പോൾ സ്വർണ്ണപ്പാളി എന്ന് പറയുമ്പോൾ
ജനലിൻ്റെയോ വാതിലിൻ്റെയോ ഒരു പാളി, ഇതല്ലേ നമ്മൾ ധരിക്കേണ്ടത്? പക്ഷേ അല്ല. സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ രണ്ട് വശത്തും ദ്വാരപാലകന്മാർ നിൽക്കും. എല്ലാവരും കണ്ടിട്ടുണ്ട്, ഹിന്ദു ജനങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അവർ നിൽക്കുന്നത് ഒരു പീഠത്തിലായിരിക്കും. പലപ്പോഴും അവരുടെ കൈ പൊക്കിയിട്ട് ഉത്തരത്തിലോ കിഴക്കോലിലോ മറ്റോ ചിലപ്പോൾ തൊട്ട് നിൽക്കും, ചിലപ്പോൾ തൊടാതെ നിൽക്കും, ചിലപ്പോൾ തൊഴുത് നിൽക്കും, ചിലപ്പോൾ നടുവിന് കൈ കൊടുത്ത് നിൽക്കും. അങ്ങനെ ആ ശില്പിയുടെ മനോധർമ്മം അനുസരിച്ച് ദ്വാരപാലകൻ്റെ നിപ്പിൻ്റെ നില മാറിക്കൊണ്ടിരിക്കും. അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞ സ്വർണ്ണപ്പാളിയാണ് ഈ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത്. അതായത് നേരെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ പീസല്ല, വളഞ്ഞും കുഴിഞ്ഞും പൊന്തിയും മുഴച്ചും ഒക്കെ ഇരിക്കുന്ന ഒരു പാളി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദ്വാരപാലകനെ പൊതിയുക എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ നെഞ്ച്, വയറ്, കഴുത്ത്, തോള്, കൈ, വിരൽ ഇതൊക്കെ പൊതിയണമല്ലോ. അപ്പോൾ അത് ആ രീതിയിലൊക്കെ ആ ഷേപ്പിലിരിക്കും. അത് സാധാരണഗതിയിൽ ചെമ്പ് കൊണ്ടേ സാധിക്കുകയുള്ളൂ. സ്വർണം കൊണ്ട് പൊതിയുക എന്ന് പറഞ്ഞാൽ കരിങ്കല്ലിൻ്റെയാണ് ദ്വാരപാലകൻ. ആ ദ്വാരപാലകനെ നേരെ സ്വർണം കൊണ്ട് പൊതിയാൻ പറ്റുമോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കരിങ്കല്ലിലേക്ക് നേരെ സ്വർണം പൊതിയുന്നത് ഞാൻ കണ്ടിട്ടില്ല. കരിങ്കല്ലിൻ്റെ പുറത്ത് ഒരു ദാരുശില്പമല്ല, കരിങ്കല്ലിൻ്റെ ശില്പം, അതിനൊരു സ്വർണ്ണക്കിരീടം വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അത് അത്യപൂർവമാണ്. കരിങ്കല്ലും സ്വർണവും തമ്മിലുള്ള ഒരു സാമീപ്യം സാധാരണ ക്ഷേത്രങ്ങളിൽ കാണാറില്ല. അപ്പോൾ അതിനെ ചെമ്പ് കൊണ്ടോ മരം കൊണ്ടോ പൊതിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് സ്വർണത്തിൻ്റെ പാളി ഒട്ടിക്കുകയോ അല്ലെങ്കിൽ കൊടയാണി വെച്ച് തറയ്ക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. ഈ വാക്ക് ഇവർ ഉപയോഗിക്കുന്നു. ചെമ്പ് പാളി, സ്വർണ്ണപ്പാളി, സ്വർണം പൊതിഞ്ഞത്, സ്വർണം പൂശിയത്, ഇത് തമ്മിൽ വ്യത്യാസമില്ല. സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ച് നോക്കി. സ്വർണം പൊതിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ നേർത്ത ഷീറ്റ് കൊണ്ട് പൊതിയുക എന്നാണ് അർത്ഥം. ആ ശില്പം ഏത് ആകൃതിയിലിരിക്കുകയാണോ അതേ ആകൃതിയിലേക്ക് ഈ സ്വർണം അതിനെ പൊതിഞ്ഞ് പിടിക്കും. ഇതാണ് സ്വർണം പൊതിയുന്നത്. സ്വർണം പൂശുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷീറ്റ് വളച്ച് ചെയ്യുന്നതല്ല. അത് വേറൊരു ടെക്നിക്കാണ്. അതിന് നാടൻ ടെക്നിക്ക് കൊണ്ട് എനിക്കറിയില്ല. ഗോൾഡ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോണിക്സ് പരിപാടിയുണ്ട്, ഇലക്ട്രിക്കൽ പരിപാടിയാണത്. അതിൽ സ്വർണം അലിയിച്ചിട്ട് അക്വാ റീജിയോ അങ്ങനെ ഒരു ലിക്വിഡ്, അതിൽ സ്വർണ്ണം അലിയിക്കുക, അത് പിന്നെ ഈ വിഗ്രഹത്തിലേക്ക് കയറുക, ഇങ്ങനെയൊക്കെയുള്ള ഇലക്ട്രോണിക് പരിപാടിയാണത്. അങ്ങനെ പൂശിയെടുക്കുക. അപ്പോൾ സ്വർണം പൂശുന്നതൊന്ന്, സ്വർണം പൊതിയുന്നതൊന്ന്. പിന്നെ ഇംഗ്ലീഷിൽ പറയുന്നു ഗോൾഡ് ക്ലാഡിങ്. പിന്നെ ഗോൾഡ് വേറൊരു വാക്കും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പലവിധ വാക്കുകൾ ഉപയോഗിച്ച് നാട്ടുകാരെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാനലുകൾ. ഈ ദ്വാരപാലകൻ്റെ ഈ കവർ ചെയ്ത് ഉള്ള ചെമ്പ് അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി അത് ചെന്നൈയിൽ റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോയി. അതായത് ദ്വാരപാലകൻ്റെ പല ഭാഗങ്ങളും ആളുകൾ തൊട്ട് തിരുമ്മി ഇതിൻ്റെ സ്വർണം അങ്ങ് പോയി, അതിൻ്റെ ഗ്ലേസും അങ്ങ് പോയി, പാണ്ട് പിടിച്ച പോലെയായി. അതുകൊണ്ടാണ് ഇത് ചെന്നൈക്ക് അയച്ചത് എന്ന് പറയുന്നു. പക്ഷേ ഇത് കണ്ട് ശീലമുള്ള വിദഗ്ധർമാർ, മൂശാരിമാർ, തട്ടാന്മാർ, ശില്പികൾ, ഇവരൊക്കെ പല ടി വി ചർച്ചകളിൽ പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് അവർ പറയുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. ആരാണ് ഈ ദ്വാരപാലകനെ തൊടുന്നത്? എന്തിനാണ് ദ്വാരപാലകനെ തൊടേണ്ട കാര്യം വരുന്നില്ല. നിങ്ങൾ വാതിൽപ്പാളിയിൽ അല്ലെങ്കിൽ വാതിലിൻ്റെ താഴത്തെ പടിയുണ്ടല്ലോ, കട്ടളപ്പടി, അതിൽ ചവിട്ടുകയും പിടിക്കുകയും തൊടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് അവിടെ എവിടെയെങ്കിലും ഈ സ്വർണം തേഞ്ഞ് വർഷങ്ങൾ കൊണ്ട്, അതും ഒരുപാട് വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. സ്വർണം ഇങ്ങനെ വളരെ മാല്യബിൾ ആൻഡ് ഡക്റ്റൈലായിട്ടുള്ള സാധനമാണ്. അതങ്ങനെ അങ്ങ് തോണ്ടിയാൽ ഉടനെ ഉരുകി പോകുകയൊന്നുമില്ല. ഏതായാലും ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ, തൊടുന്ന സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, തൊടാത്ത സ്ഥലത്ത് തൊട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് എങ്ങനെ?
അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇതിനെല്ലാം കൂടെ ഇവരൊരു പ്രതിയെ കണ്ടുപിടിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി, ബാംഗ്ലൂരുകാരനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് ഈ പാളികൾ സ്വർണം പൂശാൻ ഏൽപ്പിച്ചത് പോലും. ദേവസ്വം ബോർഡിൻ്റെ റെക്കോർഡ് എടുത്തു നോക്കി, സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷനും ഉത്തരവും ഒക്കെ എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് ചെമ്പ് പാളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് എനിക്ക് തന്നത് ചെമ്പ് പാളിയാണ്, ഞാനത് കൊണ്ടുപോയിട്ട് സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈ ഏൽപ്പിച്ചു. ചേട്ടാ ഇതൊന്ന് പൂശിത്താ, ദേ സ്വർണം എന്ന് പറഞ്ഞു. സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് നല്ല ഫ്രഷ് ചെമ്പാണ്, ഇതിൽ പൂശാമെന്ന് പറഞ്ഞു. പൂശി തുടങ്ങുന്നതിനിടയ്ക്കാണ് ആശനിപാതം പോലെ ഹൈക്കോടതി പറയുന്നു കൊണ്ടുപോടാ ഇവിടെ. അയ്യോ സാർ, ഇത് കൊണ്ടുവരാൻ പറ്റില്ല, ഇതിപ്പോൾ ഉരുകി ഇങ്ങനെ നിൽക്കുക ആസിഡിൽ. ഇപ്പോൾ ഇതിങ്ങനെ തിരിച്ച് ശബരിമലയിലേക്ക് അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അപ്പോൾ കോടതി പറഞ്ഞു എന്നാൽ ശരി, പൂശി കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം. അത് കൊണ്ടുവന്നു. അതിലെന്തോ തൂക്കക്കുറവ് വന്നു. ഇതൊക്കെയാണ് ഹൈക്കോടതിയുടെ ഫൈൻഡിങ്സ്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, റിട്ടയർഡ് ജസ്റ്റിസ് ശങ്കരൻ അദ്ദേഹം ഇത് അന്വേഷിച്ചിട്ട് ഞങ്ങൾക്കൊരു റിപ്പോർട്ട് തരട്ടെ എന്ന് പറഞ്ഞു. ജസ്റ്റിസ് ശങ്കരൻ അസാമാന്യമായി ഇംപെക്കബിൾ ഇൻറ്റഗ്രിറ്റി ഉള്ള ആളാണ്. അക്കാര്യത്തിൽ പേര് കേട്ട ആളാണ്, സത്യസന്ധനാണ്, ബഹളം വയ്ക്കില്ല. നിങ്ങളാരെങ്കിലും ജസ്റ്റിസ് ശങ്കരനെ ടി വിയിൽ കണ്ടോ? കണ്ടിട്ടില്ലല്ലോ, കാണില്ല. ജസ്റ്റിസ് ശങ്കരൻ ടി വിക്കാരോട് വർത്താനം പറയാനും കുശലം പറയാനും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വീഡിയോ വരുത്താനും ഒന്നും നിൽക്കില്ല. ഇവരാരും സമീപിക്കാഞ്ഞിട്ടായിരിക്കില്ല, ഉറപ്പായിട്ട് ഇവർ സമീപിക്കും. പക്ഷേ അദ്ദേഹം വന്നില്ല. എന്തു വാങ്ങിക്കോട്ടെ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യട്ടെ, അദ്ദേഹത്തെ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഇതിനിടയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു 2 ദ്വാരപാലകന്മാർ കൂടെ ഉണ്ട്, അതവിടെ ശബരിമല സ്ട്രോങ് റൂമിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡ് ഒന്നാകെ ഞെട്ടിത്തെറിച്ചു പോയി. ഞാനും ഒന്ന് ഞെട്ടി. കാരണം ഈ സ്പെയർ ദ്വാരപാലകന്മാരുണ്ടാകുക എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അമ്പലത്തിൽ ദ്വാരപാലകന്മാർ അത് ശ്രീകോവിലിൻ്റെ 2 വശത്തും ഉണ്ടാവാം, നാലമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഒക്കെ ദ്വാരപാലകന്മാരുണ്ട്. ഇതൊക്കെ അവരവിടെ നിൽക്കും എന്നുള്ളതല്ലാതെ അവർക്ക് സ്പെയറായിട്ട് ദ്വാരപാലകനെ സ്ട്രോങ് റൂമിൽ വയ്ക്കുക എന്ന് പറയുന്ന സമ്പ്രദായം ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ ഈ 2 ദ്വാരപാലകന്മാർ എക്സ്ട്രാ. ദേവസ്വം ബോർഡും വിജിലൻസും ഒക്കെ ഓടി സ്ട്രോങ് റൂം തുറന്നു നോക്കി, കാണുന്നില്ല. അവർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വട്ടാണ്, അയാൾ പറയുന്ന പോലെ 2 ദ്വാരകന്മാരും സ്പെയറൊന്നുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു അതവിടെ ഇരിപ്പുണ്ട് ചേട്ടാ, ആ വടക്കേ മൂലയ്ക്കൊന്ന് നോക്കിക്കേ. ഇവർ പോയി വടക്കേ മൂലയ്ക്കോട്ട് കയറുന്ന വഴിക്ക് ദ്വാരപാലകനെ തട്ടി മൂക്കും കുത്തി വീണു. ചേട്ടാ ഇത് ആരുടെ എന്നെ വട്ടക്കാൽ വെച്ചതെന്നൊക്കെ പറഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പോൾ ദ്വാരപാലകൻ നമ്പർ 2 ഒരു സെറ്റാണ്, 2 ദ്വാരപാലകന്മാർ. ഇതൊക്കെ എന്ത് പരിപാടിയാണ്? ഇത് കഴിഞ്ഞു, ഈ വാർത്ത വന്നു, അത് പോയി. വാർത്ത പിന്നീട് കാണുന്നില്ല. ഉടനെ അടുത്ത വാർത്ത, ബാംഗ്ലൂർ വാതിൽ, ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽ ബാംഗ്ലൂരിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് പൂജിക്കുന്നു. ഉടനെ അത് കുഴപ്പമില്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നു. എനിക്ക് അതിൽ ശ്രദ്ധ പോയില്ല. ഞാൻ ആലോചിച്ചത് ഈ ശബരിമലയിലെ വാതിൽ ഇളക്കിയെടുത്ത് ബാംഗ്ലൂർ കൊണ്ടുപോകുമ്പോൾ ശബരിമല ശ്രീകോവിൽ തുറന്നു കിടക്കുകയല്ലേ, പാതി തുറന്നു കിടക്കുമല്ലോ. ഒരു വാതിൽ പാളിയുമായിട്ട് ബാംഗ്ലൂരേക്ക് അതും കഷത്തി വെച്ച ആൾ പോയി കഴിഞ്ഞാൽ ശബരിമല പകുതി തുറന്നു കിടക്കുകയായിരുന്നു ആ സമയത്ത് എന്ന് വേണമല്ലോ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അത് കൊണ്ടുപോയി പൂജിച്ചു. അത് തിരിച്ചു കൊണ്ടുവരുന്ന വഴിക്ക് മദ്രാസിൽ ജയറാമിൻ്റെ വീട്ടിൽ, സിനിമാ നടൻ ജയറാമിൻ്റെ വീട്ടിൽ പൂജിച്ചു എന്ന് പറയുന്നു. വേറെ എവിടെയോ പൂജിച്ചു, ആന്ധ്രയിൽ പൂജിച്ചു എന്നൊക്കെ പറയുന്നു. ഈ ശബരിമലയിലെ വാതിൽ ഇളക്കി കൊണ്ടുപോയിട്ട് ബാംഗ്ലൂരിലും ആന്ധ്രയിലും ചെന്നൈയിലും ഒക്കെ പൂജിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്നിട്ട് ശബരിമലയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. അത് ഫിറ്റ് ചെയ്യുന്ന ഫോട്ടോയും എടുത്തു. അപ്പോൾ സംഭവം കൃത്യമാണ്. അത്രയും ദിവസം ശബരിമല തുറന്നു കിടക്കുകയായിരുന്നു. ആരാ അവിടെ കാവൽ? ഇനിയിപ്പോൾ അയ്യപ്പ വിഗ്രഹം തന്നെ അവിടെ ഉണ്ടോ, അതോ അതും ഡ്യൂപ്ലിക്കേറ്റാണ്? എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക. കാരണം ഈ സ്പെയർ ദ്വാരപാലകൻ ഉള്ളതുപോലെ സ്പെയർ അയ്യപ്പനും ഉണ്ടാകും സ്ട്രോങ് റൂമിൽ. ഇവർ നേരെ ടോർച്ചടിച്ച് നോക്കാഞ്ഞിട്ടാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതൊക്കെ അറിയാം. അപ്പോൾ 1-2 അയ്യപ്പന്മാരെ സ്പെയർ ഉണ്ടാക്കി വെച്ചാൽ
ഒരയ്യപ്പനെ സ്വർണം പൂശി തങ്ക അങ്കിയൊക്കെ അണിയിച്ചിട്ട് അവിടെ ഇരുത്തുന്നു. നടയൊക്കെ അടച്ച് മണ്ഡലകാലം കഴിയുമ്പോൾ എല്ലാവരും പൊടിയും തട്ടിപ്പോയില്ലേ. പിന്നെ അവിടെ നിൽക്കുന്നത് അത്യാവശ്യം അവിടെ കയറാവുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഓർക്ക്, ബാക്കിയുള്ളവരൊന്നും ഫോറസ്റ്റുകാർ കയറ്റുകയില്ല, ഇലക്ട്രിസിറ്റി ബോർഡുകാർ തല്ലി ഓടിക്കും. അപ്പോൾ അങ്ങനെ ഇവർ മാത്രം ഉള്ളപ്പോൾ ഈ അയ്യപ്പനെ അഴിച്ചെടുത്തിട്ട് മദ്രാസിലേക്ക് അയക്കുക. മറ്റേ സ്പെയർ അയ്യപ്പൻ സ്ട്രോങ് റൂമിൽ ഇരിപ്പുണ്ടല്ലോ, അങ്ങനെ എടുത്ത് ഫിറ്റ് ചെയ്യുക. ഈ വീണ്ടും മണ്ഡലകാലം തുടങ്ങുമ്പോൾ നമ്മളവിടെ പോവും, അയ്യപ്പന്മാർ പോവും. ഈ തൊഴുത് കഴിഞ്ഞ തവണത്തെ അയ്യപ്പനും ഈ തവണത്തെ അയ്യപ്പനും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ടല്ലോ എന്ന് തോന്നുന്നതിന് മുമ്പ് നിങ്ങളെ നടയിൽ നിന്നങ്ങ് മാറ്റുകയല്ലേ. നിങ്ങൾ കഷ്ടിച്ചൊരു സെക്കൻഡല്ലേ നടയുടെ മുമ്പിൽ നിൽക്കുന്നുള്ളൂ, നിങ്ങൾ മാറി. മാത്രമല്ല അയ്യപ്പൻ മാലയിട്ടിരിക്കുന്നു, മാലയിടാതെ ഇരിക്കുന്നു, നെയ്യഭിഷേകം നടക്കുന്നു, പാലഭിഷേകം നടക്കുന്നു. ഇങ്ങനെ നടക്കുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഈ അയ്യപ്പൻ തന്നെ ആണോ കഴിഞ്ഞ തവണത്തെ അയ്യപ്പൻ തിരിച്ചറിയാൻ പറ്റില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളങ്ങ് ഇത് സന്നിധാനത്ത് നിന്ന് മാറിപ്പോകും, നീക്ക് പോലീസുകാർ പിടിച്ച് മാറ്റും, കഴിഞ്ഞു. അങ്ങനെ ഒരു 2 or 3 അയ്യപ്പനുണ്ട് എന്ന് സങ്കല്പിക്കുക. ഈ അയ്യപ്പന്മാരെ മാറി മാറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വർണം കടത്താൻ പറ്റും. ശബരിമലയിൽ വന്ന് ചാടുന്ന സ്വർണത്തിന് കയ്യും കണക്കുമുണ്ട്. ഞാൻ ശബരിമലയിൽ പോയി പണ്ട്. ഇറ്റ് വാസ് ഐ തിങ്ക് ഇൻ 1984 or 85. ദേവസ്വം ബോർഡിലെ ഡെപ്യൂട്ടേഷനിൽ വർക്ക് ചെയ്തൊരു ജീവനക്കാരൻ എൻ്റെ സുഹൃത്തായിരുന്നു. അയാളുടെ അവിടെ താമസിച്ചു ഞാൻ ശബരിമലയിൽ. അയാൾ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, വാ ഞാനൊരു തമാശ കാണിച്ചു തരാം. അമ്പലത്തിൻ്റെ വടക്കുവശത്ത് ഇടയ്ക്കിടയ്ക്ക് ലേലം നടക്കും. ഈ കൺവെയർ ബെൽറ്റിലാണ് സാധനങ്ങൾ വന്നങ്ങ് ചാടിക്കൊണ്ടിരിക്കുക, കാണിക്കുക. അപ്പോൾ കാണിക്കാനായിട്ട് കാശുള്ളത് വേറെ മാറ്റും, ബാക്കി വസ്തുവകകളെല്ലാം ചേർത്തിട്ട് ലേലം ചെയ്യും. അതാത് ദിവസം ലേലം ചെയ്യും, ചില ദിവസങ്ങളിൽ 2 നേരം ലേലം ചെയ്യും. അപ്പോൾ വലിയൊരു ചാക്കിൽ പാലക്കാടൻ മട്ടയരി. അപ്പോൾ ഒരാൾ രജിസ്റ്ററൊക്കെ ആയിട്ട് നിൽക്കുന്നു, ലേലം വിളിക്കുന്നു. വളരെ താഴ്ന്ന ശബ്ദത്തിലാണ്. ഒരു ചാക്ക് പാലക്കാടൻ മട്ട 10 രൂപ, 10 രൂപ. അപ്പോൾ അടുത്ത ആൾ 12 രൂപ, 12 രൂപ ഒരു തരം, 12 രൂപ 2 തരം, 12 രൂപ 3 തരം. ലേലം ഉറപ്പിച്ചു, രജിസ്റ്റർ എഴുതി, മറ്റേ ആളിൻ്റെ ഒപ്പ് മേടിച്ചു, ചാക്ക് മാറ്റി വെച്ചു. 12 രൂപയ്ക്ക് ഒരു ചാക്ക് പാലക്കാടൻ മട്ട അടിച്ച് മാറ്റും. പിന്നെ അങ്ങനെ മഞ്ഞൾ, അത് ഇത് വസ്ത്രങ്ങൾ, എനിക്ക് ഒരുപാട് സാധനങ്ങൾ, ടേപ്പ് റിക്കാർഡർ ഒക്കെ ലേലം ചെയ്യുന്നു. എല്ലാം 5, 10, 15, 20, 40 രൂപയ്ക്കൊക്കെയാണ്. ഇതാണ് ശബരിമലയിലെ ലേലം 1984. ഇപ്പം എന്തായിരിക്കും മേളമെന്ന് ആലോചിച്ച് നോക്കി. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് ദേവസ്വം ബോർഡിലൊക്കെ, അഥവാ ചോദിക്കാനും പറയാനും ഉള്ളവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പ്രശാന്ത്, പുള്ളി ചാനലുകളുടെ മുമ്പിൽ ഇന്ന് പറയുകയാണ്, മുഴുവൻ അന്വേഷിക്കാൻ ഞങ്ങൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടാൻ പോവുകയാണ്. ഇവിടെ അന്വേഷിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്, ഹൈക്കോടതിയാണോ? ഹൈക്കോടതി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ലല്ലോ, ആണോ? അല്ല. ചില ലിമിറ്റഡ് സാധനങ്ങൾ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് തരാനായിട്ട് ജസ്റ്റിസ് ശങ്കരനോട് അവർ ആവശ്യപ്പെട്ടു എന്നുള്ളതല്ലാതെ സമഗ്രമായ ഒരു അന്വേഷണത്തിന് നടത്താൻ ഹൈക്കോടതിക്ക് അവരുടെ കയ്യിൽ മെഷീനറി എന്താ? ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് ആ എൻക്വയറി നടത്തേണ്ടത്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ദേവസ്വം വിജിലൻസ്. ഈ ദേവസ്വം വിജിലൻസാണ് പ്രാഥമികമായ അന്വേഷണം നടത്തുന്നത്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നും ഇവർ ഞൊട്ടാനില്ല. കാരണമേ ഇതിനൊന്നും രേഖയോ സംഗതിയോ ഒന്നുമില്ല. ഉള്ള രേഖയിൽ ഇത് ചെമ്പുപാളി എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ചെയ്യാനാണ്? അയാൾക്ക് ശബരിമലയിൽ എന്ത് കാര്യം എന്നുള്ള ചോദ്യത്തിന് ദേവസ്വം ബോർഡ് വേണം ഉത്തരം പറയാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താ? ഇപ്പം ഞാൻ TG മോഹൻദാസ്, എന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് വിളിച്ച് ചോദിക്കുന്നു, മോഹൻദാസേ അയ്യപ്പൻ്റെ ഒരു ആഭരണമുണ്ട്, അതൊന്ന് പുതുക്കി വിളക്കി നന്നായിട്ട് അതിൻ്റെ കുറ്റിയും കൊളുത്തുമൊക്കെ ഇളകിയിരിക്കുന്നു, അതൊന്ന് മോഹൻദാസ് ചെയ്യിക്കാമോ? പിന്നെന്താ ഞാൻ ചെയ്യുമോ? നമുക്കൊരു പുണ്യകർമ്മമായിട്ടാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. അയ്യപ്പൻ്റെ ഒരു തിരുവാഭരണം അതൊന്ന് റിപ്പയർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണ്. നമ്മൾ ഒന്നാം തരം തട്ടാനൊക്കെ അന്വേഷിച്ച് നമ്മൾ തന്നെ കയ്യിൽ നിന്ന് കാശുമൊക്കെ മുടക്കിയിട്ട് ഇത് റെഡിയാക്കിയിട്ട് അയ്യപ്പൻ്റെ അനുഗ്രഹം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി കൊടുക്കും. ഈ ജോലിയെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചെയ്തിട്ടുള്ളൂ. ഇല്ലേ? നിയമപരമായിട്ട് നിങ്ങൾ നോക്ക്, ഇത്രയാൾ ചെയ്തിട്ടുള്ളൂ.
ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 4 മണിക്കൂർ ചോദ്യം ചെയ്തു. 40 മണിക്കൂർ ചോദ്യം ചെയ്തു. എന്ത് കിട്ടാനായിരുന്നു? അപ്പോൾ നിങ്ങൾ പൂജിച്ച വാതിൽ കൊടുത്തു. അതുകൊണ്ടെന്താ? അതിൽ നിയമവിരുദ്ധത എന്താ? നിങ്ങളത് മേടിച്ച് വാതിൽ ഫിറ്റ് ചെയ്തില്ലേ? വിജാഗരിയും സ്ക്രൂവും ഒക്കെ വെച്ചിട്ട്. എന്നിട്ടിപ്പം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ മെക്കിട്ട് കയറാൻ വരുന്നു. ഇതെന്ത് പാട്? ഇത് ഞാൻ വാതിൽ തന്നുകൂടാന്ന് നിയമമൊന്നുമില്ലല്ലോ. ശബരിമല അയ്യപ്പന് നിങ്ങൾക്ക് എന്തും സമർപ്പിക്കാം. ഗുരുവായൂർ ഒരിക്കൽ ഒരാൾ വെള്ളി കൊണ്ടുള്ള ബ്രേസിയർ സമർപ്പിച്ചു. അത് വാർത്തയായിട്ട് വന്നു കുറേ വർഷം മുമ്പ്. വൻ ബഹളമൊക്കെ. അവസാനം ആ മനുഷ്യൻ രംഗത്ത് വന്നു. അയാൾ പറഞ്ഞു, എനിക്ക് ബ്രേസിയർ ഉണ്ടാക്കി വിൽക്കുന്ന തൊഴിലാണ്. ഞാൻ പല പണിയും ജീവിക്കാൻ എടുത്തു നോക്കി, ഗുണം പിടിച്ചില്ല. ഗുരുവായൂരപ്പനോട് ഞാൻ പറഞ്ഞു, അടുത്ത് ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അത് സക്സസ് ആയി കഴിഞ്ഞാൽ വെള്ളിയിൽ തീർത്ത ഒരു പ്രോഡക്റ്റ് അതെന്തും ആയിക്കോട്ടെ ഞാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കാം. ഞാൻ ഗുസ്തിയൊക്കെ പിടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കൈ കിട്ടിയ പ്രോഡക്റ്റ് ബ്രേസിയറാണ്. ഞാനതിൻ്റെ കച്ചവടം തുടങ്ങി. ഉത്തരം വർദ്ധിച്ചു വന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമല്ലേ. ഞാൻ കൊടുത്ത വാക്ക് പാലിക്കേണ്ട വെള്ളിയിൽ ഒരു ബ്രേസിയർ തീർത്തിട്ട് ഞാൻ ഗുരുവായൂരപ്പൻ്റെ നടക്കി വെച്ചു. തെറ്റില്ലല്ലോ. ഇന്ന സാധനമേ നടക്കി വയ്ക്കാവൂ എന്നില്ല. വാതിലും വയ്ക്കാം, വിജാഗരിയും വയ്ക്കാം, സ്ക്രൂവും വയ്ക്കാം, നട്ടും ബോൾട്ടും വയ്ക്കാം, ബോട്ടിൻ്റെ ഒരു മാതൃക വയ്ക്കാം, വിമാനത്തിൻ്റെ മാതൃക വയ്ക്കാം. മനുഷ്യരൂപം പിന്നെ പറയുകയും വേണ്ടല്ലോ. മനുഷ്യൻ്റെ കൈ, കാല്, കണ്ണ്, മൂക്ക്, നാക്ക്, ഇതൊക്കെ നമ്മുടെ കൈ ഒടിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അമ്മ ഒരു നേർച്ച തരും. അയ്യോ സ്വർണം കൊണ്ടൊരു കൈ അയ്യപ്പന് കൊടുത്തേക്കാമെന്ന് പറയും. കൈ നേരെയാകും. ഇത് കൊടുത്തില്ലെങ്കിലും ചിലപ്പോൾ കൈ നേരെയായെന്ന് വരും ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ. എന്തു ആയിക്കോട്ടെ, ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഏരിയയാണ്. അവിടെ നമ്മൾ ലോജിക്ക് പറയാൻ പാടില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വാതിൽ സ്വർണം പൂശിയതോ പൊതിഞ്ഞതോ ക്ലാഡ് ചെയ്തതോ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തതോ ആയ ഒരു വാതിൽ സമർപ്പിച്ചു. ആ വാതിൽ സന്തോഷം എല്ലാവരും കൂടെ മേടിച്ചിട്ട് നാരായണ മാധവ വാടാ ഒന്ന് പിടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നില്ല ആ ശക്കലം ഒന്ന് പൊടിക്കൂടെ പൊങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രൂ ഒക്കെ ഇട്ട് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു വാതിൽ. എന്നിട്ട് എൻ്റെ പുറത്ത് കുതിര കയറുന്നു. ഇതിൽ നിയമവിരുദ്ധതയൊന്നുമില്ലെന്നേ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ദേവസ്വം ബോർഡാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഈ പാളി ചെമ്പോ സ്വർണം പൂശിയതോ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ പെയിൻ്റ് അടിച്ചതാണെന്നൊക്കെ പോറ്റി പറയും. എന്തു വാങ്ങിക്കോട്ടെ, അങ്ങനെ ഏൽപ്പിച്ചല്ലോ. അങ്ങനെ അത് കൊണ്ടുപോയിട്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യിച്ചു. അതിലാർക്കും പരാതിയില്ലല്ലോ. സ്മാർട്ട് ക്രിയേഷൻസ് ആധികാരികമായ സ്ഥാപനമാണെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പറയുന്നത്. പിന്നെന്താ? പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്ത കുറ്റം എന്താണെന്നേ? ഇങ്ങനെ ഇതുപോലെയുള്ള അവതാരങ്ങൾ അവിടെ എങ്ങനെ വന്നു? അവിടെ ഒരുപാട് അവതാരം വരികയും പോവുകയും ചെയ്യുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്ത തെറ്റെന്താണെന്ന് പറയുന്നത്? ഇവർ വിളിച്ചിട്ടാണ് അയാൾ വന്നത്. അയാൾ സ്വമേധയാ കയറി വന്നതൊന്നുമല്ല. പിന്നെ അയാളെ ഒരുപാട് പേർക്ക് പരിചയമുണ്ട്, അയാൾക്കും പരിചയമുണ്ട്. കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചു, ഇദ്ദേഹത്തെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. അതൊന്നും ഒരു വിഷയമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ കൂടെ ഫോട്ടോ എടുത്തു അയാൾ. പിണറായി വിജയന് ഉണ്ടാകും. പിണറായി വിജയന് പരിചയമുണ്ട് എന്ന് കരുതിയിട്ട് ശബരിമലയിൽ അയാൾക്കൊരു സ്വർണ്ണവാതിൽ കൊടുക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. നിയമദൃഷ്ടിയാണ് നിങ്ങൾ നോക്കുന്നേ. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. ദേവസ്വം വിജിലൻസിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്താനുള്ള അധികാരമില്ല. അപ്പോൾ പിന്നെ അയാൾ ഹാജരായത് എന്താ? അയാളുടെ ഗ്രേസാണ്. അയാൾ ഹാജരാവില്ല എന്ന് പറഞ്ഞാൽ ഹാജരാവില്ല. നിങ്ങളെന്താ വിചാരിക്കുന്നത്? ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിന് അവരുടെ സ്വന്തമായ ഒരു വിജിലൻസുണ്ട്. ആ വിജിലൻസ് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർക്ക് ബാധകമാകുന്നുള്ളൂ. നാട്ടുകാർക്ക് എന്ത് കാര്യം അതിനകത്ത്? KSRTCയുടെയോ KSCBയുടെയോ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോടൊന്ന് വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പോയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഒരു മര്യാദ വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ പോയിന്ന് വരും. ബട്ട് പോകാൻ നമുക്ക് ബാധ്യതയില്ല. ഒരാളെ വിളിച്ചു വരുത്താനുള്ള പവറ് പോലീസിനും കോടതിക്കും മാത്രമേ ഉള്ളൂ. വേറെ ഒരു അതോറിറ്റിക്കും നിങ്ങളെ വിളിച്ചു വരുത്താൻ സാധ്യമല്ല. ജില്ലാ കളക്ടർ ജില്ലാ മജിസ്ട്രേറ്റും കൂടെ ആയതുകൊണ്ട് അദ്ദേഹം വിളിച്ചാൽ നിങ്ങൾ പോകേണ്ടി വരുന്നു. ഇങ്ങനെ അതോറിറ്റി കറക്റ്റായിട്ട് എഴുതി തയ്യാറാക്കിയ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ദേവസ്വം വിജിലൻസിന് ഒരാൾക്കെതിരെയും ക്രിമിനൽ നടപടി എടുക്കാൻ പറ്റില്ല. ഡിപ്പാർട്ട്മെൻ്റൽ ആക്ഷൻ അവർക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇയാളെ തരം താഴ്ത്തണം എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് തരം താഴ്ത്തി ഞങ്ങളിപ്പോൾ താഴ്ത്തുന്നില്ലോ എന്ന് പറഞ്ഞ് താഴ്ത്തുന്നില്ല. ഇതാണ് ദേവസ്വം വിജിലൻസ്. മറ്റേ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ സർക്കാരിൻ്റെയാണ്.
അവർക്ക് സാധാരണ പൗരന്മാരെയും ചോദ്യം ചെയ്യാൻ പോലീസിങ് പവറുണ്ട്. പക്ഷേ ദേവസ്വം വിജിലൻസിന് അതില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണമെങ്കിൽ കേരള പോലീസിനെ പറ്റുള്ളൂ. കേരള പോലീസിന് ഇവർ ഈ സംഭവം കൈമാറിയിട്ടുമില്ല. ഇനി ഇവർ കൈമാറാൻ പോയി എന്ന് വെച്ചോ, അതിന് ഹൈക്കോടതിയുടെ അനുവാദം തേടേണ്ടി വരും. കാരണം ഹൈക്കോടതി ഇത് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം വിജിലൻസിൻ്റെ അടുത്താണ്, അല്ലാതെ പോലീസിൻ്റെ അടുത്തല്ല. ഇതാണ് ഇതിൻ്റെ നിയമക്കുരുക്ക്. ഈ നിയമക്കുരുക്ക് ചൂണ്ടിക്കാണിച്ച് മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വക്കാലത്ത് പറയുകയൊന്നുമല്ല. ബട്ട് നിയമദൃഷ്ട്യാ ആ മനുഷ്യനൊരു കുറ്റവും ചെയ്തിട്ടില്ല. വിളിച്ചപ്പോൾ വന്നു, ഏൽപ്പിച്ച ജോലി ചെയ്തു. അപ്പോൾ 1998 നിന്നും 99 നിന്നും പറയുന്ന വിജയ് മല്യ പൂശിയ സ്വർണം എവിടെ പോയി? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉത്തരം ഇതായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. എന്നെ ഒരു ചെമ്പ് പാളി ഏൽപ്പിക്കുന്നു, പോറ്റി ഇതൊന്നും കൊണ്ടുപോയി സ്വർണം പൂശി കൊണ്ടുപോകാമെന്ന് പറയുന്നു. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അയ്യപ്പൻ്റെ പാളി, ഞാൻ സന്തോഷമായിട്ട് മേടിച്ചു. എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണം ഉണ്ടായിരുന്നു, വേറെ കൂട്ടുകാരൻ്റെ സ്വർണം ഉണ്ടായിരുന്നു, എല്ലാം കൂടെ കലക്കി അതിൽ പൂശിയിട്ട് ഞാൻ തിരിച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ സംഭവം. ദേവസ്വം പ്രസിഡൻറ്റും പറയുന്നുണ്ട് വെറും 10 ഗ്രാം സ്വർണം, 10 ഗ്രാം സ്വർണ്ണമാണ്. ശരി, 10 ഗ്രാം സ്വർണ്ണമല്ലേ ഉള്ളൂ. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂറിലെ വരുമാനമായിരിക്കും ഈ 10 ഗ്രാം സ്വർണം എന്ന് പറയുന്നത്. ഒരു മണിക്കൂറിൽ അയ്യപ്പൻ്റെ തിരുനട തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഹുണ്ടിയിൽ വീഴുന്നതായിരിക്കും 10 ഗ്രാം സ്വർണം. ഈ 10 ഗ്രാം സ്വർണത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിക്കേണ്ട ഒരു കാര്യമില്ല. അതിൽ കള്ളക്കളിയൊക്കെ ഉണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടുന്ന അവസ്ഥയിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയും എനിക്കറിയില്ല എന്ന്. അല്ല, 10 ഗ്രാം സ്വർണത്തിന് വേണ്ടി തന്നെ ആശ്രയിക്കേണ്ട കാര്യം എന്താ ബോർഡിന്? അത് ബോർഡിനോട് ചോദിക്കും. എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു, ഞാനത് ചെയ്ത്, എൻ്റെ പൊന്നി എന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ ചെയ്തുകൂടെ ഞാൻ തിരിച്ചു ചോദിക്കണോ? അയ്യപ്പൻ്റെ ജോലി ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം തന്നെ വലിയൊരു ഭാഗ്യമല്ലേ? അതുകൊണ്ട് ഞാൻ ചെയ്തു. അപ്പോൾ വിജയ് മല്യ സ്വർണം പൂശിയത് എവിടെ? എനിക്കറിഞ്ഞുകൂടാന്ന്. അത് വിജയ് മല്യയോട് ചോദിക്കപ്പോൾ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ നിൽക്കുന്നത് പൊന്നപ്പൻ, ഇവിടെ നിൽക്കുന്നത് ഓലക്ഷൻ സാറ് എന്ന് പറയുന്ന മാതിരി ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി, മറ്റത് വിജയ് മല്യ. അയാൾ സ്വർണം പൂശി അത് കളഞ്ഞു പോയെങ്കിൽ എന്നോട് ചോദിച്ചിട്ടെന്താ കാര്യം? അയാളോട് ചോദിക്കുക. ശരിയല്ലേ? നിയമദൃഷ്ടിയാ ശരിയല്ലേ? ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിട്ട് വിജയ് മല്യയുടെ സ്വർണം കളഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വക സ്വർണ്ണം അതിൽ പൂശി എന്നുള്ള മട്ടാണല്ലോ ഈ പറയുന്നത്. ഇനിയിപ്പോൾ രക്ഷപ്പെടാനൊരു മാർഗമുണ്ട്. ദേവസ്വം ബോർഡിന് രക്ഷപ്പെടാം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രക്ഷപ്പെടാം, പിന്നെ വീരേന്ദ്ര ജെയിനോ ആരോ അങ്ങനെ ഒരാൾ വന്നിട്ട് ഇവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ഈ കുഴപ്പമെല്ലാം വിജയ് മല്യയുടെ തലയ്ക്ക് വയ്ക്കുക. വിജയ് മല്യ പൂശിയ സ്വർണം സ്വർണമായിരുന്നില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇളകിയും പറഞ്ഞുമൊക്കെ പോയി അകത്തുള്ള ചെമ്പ് തെളിഞ്ഞു. ഇതാണ് സംഭവം. ഇത് വളരെ സേഫാണ്. കാരണം വിജയ് മല്യ ഇപ്പോൾ ഇന്ത്യയിലില്ല, പുള്ളി ഇംഗ്ലണ്ടിലാണ്. 7000 കോടി രൂപ പുള്ളിയിൽ നിന്ന് റിക്കവർ ചെയ്യാനുണ്ട് എന്ന് പലവിധ ഏജൻസികൾ, ED, ഇൻകം ടാക്സ് ഒക്കെ. അയാൾ പറയുന്നത് ഞാൻ 9000 ചില്ലാനും കോടി തിരിച്ചടച്ചു കഴിഞ്ഞു, എൻ്റെ ജപ്തിയും ചെയ്തു, കിണ്ടി കാഞ്ഞു കുടിക്കുന്ന പാത്രം ഇതെല്ലാം കൂടെ ജപ്തി ചെയ്തുകൊണ്ട് പോയി സർക്കാർ. ഇനിയിപ്പോൾ അതിന് 9000 കോടി രൂപ വരും. ഇനിയിപ്പോൾ ഞാൻ എന്തടയ്ക്കാനാണ്? ഏതായാലും ഇന്ത്യയിൽ വന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടും. ആശാൻ ഇംഗ്ലണ്ടിലിരിക്കുന്നു. ആശാൻ്റെ ആദ്യ കേസ് തോറ്റു. ഇപ്പോൾ അപ്പീലും കൊടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ്. കുഴമ്പൊക്കെ തേച്ചിപ്പോൾ വയസ്സായി. മറ്റേ ഇല്ലേ തുണിയില്ലാത്ത പെണ്ണുങ്ങളുടെ കലണ്ടറൊക്കെ കിടക്കുക, കിങ് ഫിഷർ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പോയി. പ്രായം എല്ലാത്തിനെയും കടത്തി വെട്ടുമല്ലോ. ഏതായാലും അങ്ങനെ അവിടെ സ്വസ്ഥമായിട്ട് ഇരിപ്പുണ്ട്. അങ്ങേരുടെ തലയിൽ ഇത് വയ്ക്കുക. പുള്ളി വിചാരിച്ചാൽ പോലും ഇവിടെ വന്നിട്ട് ഇതൊന്നും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. വിജയ് മല്യ തന്ന സ്വർണം സ്വർണമായിരുന്നില്ല, വിജയ് മല്യയാണ് എല്ലാ കുറ്റത്തിനും ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് ഏതായാലും 9000 കോടി തിരിച്ചടച്ച ആളാണ്. അങ്ങേർക്കൊരു 1-2 കോടി കൂടെ തിരിച്ചടയ്ക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ആ ചേട്ടൻ്റെ തലയിൽ വെച്ചിട്ട് നമുക്കെല്ലാം രക്ഷപ്പെടാം. ഇത് സംഭവിക്കാൻ പോകുന്ന ഇപ്പോഴേ ഞാൻ പറയാം. ഒരു 3-4 ദിവസം കൂടെ ടി വിയിൽ ഇത് കിടന്ന് കളിക്കും. ടി വിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഗ്രൗണ്ടിലെ സമരം തീരും. ഇപ്പം നാമജപ ഘോഷയാത്ര, നാമം ജപിക്കാതെയുള്ള ഘോഷയാത്ര ഇപ്പോൾ തീർത്തുകളെന്ന് പറയുക. അവസാനം എന്താണ്? ഒരു ബാരിക്കേഡ് വയ്ക്കും. ആ ബാരിക്കേഡ് എല്ലാവരും ചേർന്ന് കുലുക്കും.
അപ്പോൾ ജലപിരങ്കി ചീറ്റിക്കും, എല്ലാവരും കുളിക്കും, വീട്ടിൽ പോകും. ഇതല്ലേ സംഭവിക്കാൻ പോകുന്നത്. ഇതിനപ്പുറം ഒന്നും സംഭവിക്കാനില്ല. എത്രയോ അമ്പലങ്ങളിൽ നിന്ന് എത്രയോ സ്വർണം എത്രയോ പേര് അടിച്ചു മാറ്റി എത്രയോ കഥകൾ പുറത്തു വന്നിരിക്കുന്നു. മനസ്സിലായി? അപ്പോൾ ഇതിലൊന്നും ഭക്തജനങ്ങൾക്ക് ഒരു കുലുക്കവും ഉണ്ടാവില്ല. ഈ കുലുക്കം കൃത്രിമമായിട്ട് ടി വിക്കാർ ഉണ്ടാക്കിയതാണ്. ടി വിയിൽ നിന്ന് ഈ വാർത്ത മറയുന്ന ദിവസം, പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ നിന്ന് ഈ വാർത്ത മറയുന്ന ദിവസം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടും. മെല്ലെ മെല്ലെ ആളുകൾ ഇത് മറക്കും. ഇതിനിടയ്ക്ക് ഹൈക്കോടതി ബെഞ്ച് മാറും. ജസ്റ്റിസ് രാജാ വിജയരാഘവന് പകരം വേറെ ഏതെങ്കിലും ജഡ്ജി വരും. അദ്ദേഹം ഇത് ആദ്യം മുതൽ പഠിക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് KT ശങ്കരൻ റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് അത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തുമ്മിത്തെറിച്ച് ഹൈക്കോടതി കുറേ ഉത്തരവുകൾ ഇടും. ഈ ഉത്തരവൊക്കെ ഇവർ നടപ്പാക്കുമെന്നാണോ നിങ്ങളുടെ വിചാരം? ഇപ്പം തന്നെ 3 കോടി രൂപ അത് ദേവസ്വം ബോർഡ് കാശ് മുടക്കിയല്ല, സ്പോൺസർ വഴിക്കാണെന്ന് പറഞ്ഞ് എന്നിട്ട് കൊടുത്തു. അപ്പോൾ ഹൈക്കോടതിയെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത. ഹൈക്കോടതിയെ പറ്റിച്ചു എന്ന് തന്നെ വെച്ചോ. ദേവസ്വം ബോർഡിനെ എന്ത് ചെയ്യും ഹൈക്കോടതി? ഒന്നും ചെയ്യാൻ പറ്റില്ല. കോർട്ട് ലക്ഷ്യത്തിന് കേസെടുക്കും. ആരുടെ പേരിൽ കേസെടുക്കും? പ്രസിഡൻറ്റ് പറയും സെക്രട്ടറിയോ മറ്റോ ചെയ്താണ്, ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ ആരാ ഉത്തരവാദി. ആരാ ഉത്തരവാദി എന്ന് വെച്ചാൽ അവനെ പിടിച്ചുകൊണ്ട് വാ ഇവിടെ എന്ന് പറയും. പിടിച്ചുകൊണ്ട് വരാൻ കുറച്ച് സമയം വേണം, ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ എന്നൊക്കെ പറയും. ശരി എന്നാൽ ഐഡൻറ്റിഫൈ. ഇതിങ്ങനെ നീണ്ടു പോകുന്നതല്ലാതെ ഒരു ചുക്കും സംഭവിക്കില്ല. ജസ്റ്റിസ് ശങ്കരൻ്റെ റിപ്പോർട്ട് നിങ്ങൾ നോക്കിയോ, അത് കിണ്ണം കാച്ചിയ റിപ്പോർട്ടായിരിക്കും. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അദ്ദേഹം പുറത്തു കൊണ്ടുവരും, ഈ കള്ളത്തരം മുഴുവൻ. ബട്ട് ഒരാക്ഷനും ഉണ്ടാവില്ല. കാരണം ഇതുപോലെ പണ്ട് റിപ്പോർട്ട് സമർപ്പിച്ച ആളായിരുന്നു ജസ്റ്റിസ് പരിപൂർണൻ. ആ റിപ്പോർട്ടും അവിടെ സെക്രട്ടേറിയറ്റിൽ കിടന്ന് പൊടി തിന്നുന്നതല്ലാതെ ഒരു ചുക്കും സംഭവിക്കില്ല. അതിനു മുമ്പ് എത്രയോ പേര് റവന്യൂ ബോർഡ് മെമ്പർമാർ, KP ശങ്കരൻ നായർ കമ്മീഷൻ, കുട്ടിക്കൃഷ്ണ മേനോൻ കമ്മീഷൻ, അതിനു മുമ്പ് CP രാമസ്വാമി നായർ കമ്മീഷൻ, അതിനു മുമ്പ് രാമേന്ദ്ര റാവു കമ്മീഷൻ. എൻ്റെ ദൈവമേ, സർക്കാരിൻ്റെ അലമാരയിൽ വിശ്രമിക്കുന്ന പൊടി പിടിക്കുന്ന കമ്മീഷനുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു റിപ്പോർട്ടായിട്ട് മാറും. അത്രയ്ക്ക് ദയനീയമാണ് ദേവസ്വം ബോർഡിൻ്റെ അവസ്ഥ. അതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞൊട്ടും എന്ന് ഞാൻ പറയാൻ കാരണം. താങ്ക് യു.